ഒരു ക്രിസ്തീയ സ്ത്രീ അവിടുത്തെ ദേവിയെ പോലെ തന്നെ, അല്ലെ ദേവിക്ക് തുല്യമായിട്ട് അവിടെയുള്ള ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. മുൻപ് അവിടെ അന്നാമ്മച്ചേടത്തിക്ക് ഒരു പ്രതിഷ്ഠ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് തന്നെ ആ ചൈതന്യത്തെ മാറ്റിയതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഈ അന്നാമ്മച്ചേടത്തി അവിടെ വന്നതിന് പിന്നെ ഒരു രസകരമായ കഥയുണ്ട്. അതായത് ഈ ഞങ്ങളുടെ ആ ഭാഗമായ വൈശംഭാവം എന്നൊക്കെ പറയുന്ന ആ പ്രദേശത്ത് എവിടെയാണ് ഈ അന്നാമ്മച്ചേടത്തിയുടെ വീട്. അപ്പോൾ അവിടെ ചെത്തുന്നതിന് വേണ്ടി വന്ന ചെത്തുകാരനായ ഒരാളുമായിട്ട് ഇവർ പ്രണയത്തിലാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. രാജഭരണകാലത്തൊക്കെ നടന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ അവർ പ്രണയത്തിലാവുന്നു. അവസാനം അവർ ശരിക്കും ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അവരെ സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ട്. കാര്യം വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പ്രശ്നമാകുമോ എന്നുള്ള ഭയം. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, നിന്നെ എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ നിസ്സഹായമാണ്. അപ്പോൾ അവർ കൂട്ടുകാരെല്ലാം വന്ന് പറയും, എങ്ങനെങ്കിലും ഇവിടെ കൊണ്ടുപോകണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർ അന്ന് യാഥാസ്ഥിക കുടുംബമാണ്, ക്രിസ്തീയ കുടുംബമാണ്. ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ച് ഇവിടെ ആത്മഹത്യ ചെയ്യും, അതുകൊണ്ട് അത് താങ്ങാൻ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം രക്ഷയില്ലാതെ വന്നപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു അവസ്ഥയിൽ ഇദ്ദേഹം ചെത്ത് വള്ളത്തിൽ കയറ്റി ഇവരുമായിട്ട് പോവുകയാണ്. അങ്ങനെ പൂക്കൈതയാറെന്ന് പറയുന്ന അവിടെ ഒരു ആറുണ്ട്. ആ പൂക്കൈതയാറ്റിലൂടെ പോകുമ്പോൾ ഇടിയും കൊള്ളിയാനും മഴയൊക്കെ വരികയും ഈ വള്ളം മുങ്ങുകയും ചെയ്തു. മുക്കിയതാണെന്നും പറയുന്നു, മുങ്ങിയാണെന്ന് പറയും. എന്താണെങ്കിലും ഇവർ മരിക്കുകയാണ്. ഈ ഗർഭിണിയായ സ്ത്രീ, പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ മരിച്ചതിന് ശേഷം ഇവരുടെ ആത്മാവ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ആ ചെത്തുകാരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തിയിട്ട് അവിടുത്തെ സ്ത്രീകളിൽ പ്രവേശിച്ചെന്നാണ് പറയുന്നത്. എന്നിട്ട് അവരിങ്ങനെ ഉറഞ്ഞു തുള്ളുമ്പോൾ ഈ അടുത്ത വീട്ടിൽ കിടക്കുന്ന സ്ത്രീകളിടുന്ന ചട്ടയുണ്ടല്ലോ, ക്രിസ്ത്യാനിയുടെ ചട്ട, അതെടുത്തിട്ട് തുള്ളുമ്പോൾ എന്ത് ചോദിച്ചാലും സത്യം പറയും. അങ്ങനെ വന്ന് ഈ സ്ത്രീകൾക്കെല്ലാം ഇങ്ങനെ ദേഹത്ത് കയറി തുള്ളുക പ്രശ്നങ്ങളെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണമ്പള്ളി വല്ലിച്ചെന്ന് പറയുന്ന ഒരു മഹാമാന്ത്രിയാണ് കാലഘട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വന്ന് ഈ അന്നാമ്മയെ ഇവരുടെ ദേഹത്തുനിന്ന് ആവാഹിച്ചെന്നും ഈ അറവാട് ക്ഷേത്രത്തിൽ കൊണ്ട് കുടിയിരുത്തിയെന്നുമാണ്. ഇന്നും അറവാട് അമ്പലത്തിൽ ഒരു ദിവസം ഒരു 15 ചട്ടയം കൊണ്ടെങ്കിലും വരും. അതുപോലെ നടുവ് കഞ്ഞി എന്ന് പറയുന്നൊരു വഴിപാടുണ്ട്. സുഖപ്രസവം കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തായിരുന്നു. കാര്യം വിശ്വാസം ആണെന്ന് പറഞ്ഞാലും അത് കാര്യം നമ്മുടെ ഭാര്യയുടെ കാര്യം പരീക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ നടുവ് കഞ്ഞി നേർന്നു. അന്നാമ്മ ചേട്ടത്തിക്ക് ഞാൻ ചട്ടയം കൊണ്ട് സമർപ്പിച്ചു. പക്ഷെ സുഖപ്രസവം ഉണ്ടായി. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽ ഈ ക്ഷേത്രത്തിൽ എത്താറുണ്ട്. ഈ അന്നാമ്മ ഒരു ദൈവിക സങ്കല്പത്തിലേക്ക് ഉയർന്നു. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.